കാര്യമാണ്. ഇത്ര അധികം എണ്ണ സമ്പത്തുള്ള 17-18% ലോകത്തെ എണ്ണ സമ്പത്തിൻ്റെ 17-18% ഹോൾഡ് ചെയ്യുന്ന രാജ്യമാണ് വെനസ്വേല. എന്നിട്ടും വെനസ്വേല ഇത്ര വലിയ ഒരു ദാരിദ്ര്യത്തിലേക്ക് എന്തുകൊണ്ട് പോയി എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോഴത്തെ ഈ ആഭ്യന്തര കലാപങ്ങൾ പോലും ഉണ്ടാവുന്നത് ഈ പട്ടിണിയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നോക്കാം വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് എത്രമാത്രമുണ്ട് എന്ന കാര്യം. ലോകത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ എണ്ണ നിക്ഷേപത്തിൻ്റെ 18% വെനസ്വേലയിലാണ് എന്ന പ്രത്യേകതയുണ്ട്. നോക്കുക, 18% ലോകത്തെ എണ്ണ സമ്പത്തിൻ്റെ 18% വെനസ്വേലയിലുള്ളത്. മറ്റൊന്നുകൂടിയുള്ളത്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ എണ്ണ ലക്ഷ്യമിട്ട് മുമ്പും പലവട്ടം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. 303 ബില്യൺ എണ്ണ നിക്ഷേപം വെനസ്വേലയ്ക്കുണ്ട് എന്ന കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര വലിയ സമ്പത്തുള്ള ഒരു രാജ്യത്തെയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയത്. സ്വാഭാവികമായും ആഭ്യന്തര സംഘർഷം എങ്ങനെയുണ്ടായി, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അവിടുത്തെ സർക്കാർക്ക് മദുറോയ്ക്ക് അടക്കം കഴിഞ്ഞില്ല എന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശന വിധേയമായി നമുക്ക് നോക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും അമേരിക്കയുടെ കടന്നുകയറ്റത്തിന് ന്യായീകരണമാവില്ല എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. വിദേശ എണ്ണക്കമ്പനികളെ പുറത്താക്കിയപ്പോൾ മുതൽ തന്നെ വെനസ്വേലയ്ക്കെതിരായ നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നത് കൂടി പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതാണ് വെനസ്വേലയുടെ എണ്ണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വെനസ്വേല എന്ന രാജ്യം പ്രകൃതി സമ്പത്തുകളാൽ സമ്പന്നമായ ആ രാജ്യം നേരിടുന്ന അസാധാരണ പ്രതിസന്ധി. ഒരുപക്ഷെ മറ്റു ലോകരാജ്യങ്ങളിലൊക്കെ ഈ പ്രകൃതി സമ്പത്ത് മാത്രം മതി ഒരു വികസിത പുരോഗമന സമ്പന്ന രാജ്യമായി അത് മാറാൻ. പക്ഷേ വെനസ്വേലയ്ക്ക് അത് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് ഒരു വലിയ പരിശോധന കൂടി ആവശ്യമാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇതിനിടയിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം കാർത്തിക്, ഈ വെനസ്വേലയുടെ രാഷ്ട്രീയം കൂടിയാണ്. നമുക്ക് അതിലേക്ക് വരുമ്പോൾ നോക്കാം, വെനസ്വേല എന്നും ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമെന്ന പ്രത്യേകതയുണ്ട്. നോക്കൂ, വെനസ്വേലയുടെ പ്രത്യേകത നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയേണ്ടി വരുന്നതും അതുതന്നെയാണ്. ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ് വെനസ്വേല. അത് പരമ്പരാഗതമായ ഒരു ശൈലി അതാണ്. അതായത് ഒരു സോഷ്യലിസം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം എന്ന പ്രത്യേകതയുണ്ട്. എന്നും സാമ്രാജ്യ വിരുദ്ധ പോരാളി എന്ന ഒരു മുഖമുദ്രയാണുള്ളത്. 2013 ശേഷം അതിന് പക്ഷേ മാറ്റമുണ്ടായോ പരിശോധിക്കപ്പെടേണ്ടതാണ്. റഷ്യ, ചൈന, ക്യൂബ തുടങ്ങിയവരുമായുള്ള ഒരു സൗഹൃദം, അതായത് ആ ചേരിയുമായി, അമേരിക്കൻ ചേരിയല്ല മറുചേരിയുമായുള്ള ഒരു സൗഹൃദം. നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ ഓപ്പറേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ചൈനയുമായുള്ള ചില ആശയവിനിമയങ്ങളിലായിരുന്നു മഡൂറോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ആക്രമണവും കടന്നുകയറ്റവും മറ്റു ലോകരാജ്യങ്ങളിലെ മറുചേരികൾ സംഘടിപ്പിക്കുമോ എന്നതൊക്കെ ഇനിയുള്ള കാണേണ്ട നീക്കങ്ങൾ കൂടിയാണ്. അമേരിക്കൻ ഉപരോധത്തെ നേരിട്ട് കൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. ഹ്യൂഗോ ഷാവേസ് ഒക്കെ നടത്തിയ ആ ഒരു വലിയ പോരാട്ട ചിത്രം നമുക്ക് മുന്നിലുള്ളതാണ്. അമേരിക്കൻ ഉപരോധത്തെ നേരിട്ട് കൊണ്ട് എന്നും നീക്കം നടക്കുന്നതൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് ഈ അമേരിക്ക തങ്ങളുടെ രാജ്യത്തേക്ക് കയ്യേറാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്, പലവട്ടവും ഉന്നയിച്ചിട്ടുണ്ട് എന്നതുകൂടി പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ വെനസ്വേല എന്ന രാജ്യം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കൂടി ഈ കയ്യേറ്റത്തിന് ഇടവെച്ചോ എന്നതും പ്രസക്തമായ കാര്യമാണ്. കാർത്തിക്, അതിലേക്ക് വരുമ്പോൾ വെനസ്വേലയുടെ പ്രകൃതി സമ്പത്ത് അല്ലെങ്കിൽ എണ്ണ സമ്പത്ത് അത് കയ്യേറാനുള്ള ഒരു ശ്രമം, ആ ആക്ഷേപം ഒരു വശത്ത് നിൽക്കട്ടെ. 2, അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഇത്തരമൊരു നീക്കത്തിന് കാരണമായിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? രാജ്യത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള എണ്ണശേഖരം വെനസ്വേലയിലുണ്ടെന്ന് തിരിച്ചറിയുന്നു. അതിന് മുന്നോടിയായും അതിന് ശേഷവും ഏറെക്കുറെ കാലം US-ഉം വെനസ്വേലയും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതായത് അവരുടെ വ്യാപാര പങ്കാളിയായിരുന്നു, സഖ്യകക്ഷിയായിരുന്നു. ഒരുപക്ഷെ ശീതയുദ്ധത്തിൻ്റെ കാലത്തൊക്കെ അമേരിക്കയുടെ വിശ്വസ്തമായ പങ്കാളിയായിരുന്നു വെനസ്വേല എന്നതാണ് ശ്രദ്ധേയം. അവിടെ നിന്നാണ് ഇന്ന് ഈ കാണുന്ന മാറ്റങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം 99-ൽ അവിടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ്. അതായത് ഷാവേസ് അധികാരത്തിലേക്ക് എത്തുന്നു. ഷാവേസ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. അമേരിക്കയുമായി ഷാവേസ് അകലുന്നു. ക്യൂബ, ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഷാവേസ് കൂടുതൽ അടുക്കുന്നു. ഇത്തരത്തിൽ പല വിദേശ രാജ്യങ്ങളുമായും അടുക്കുമ്പോൾ തന്നെ അമേരിക്കയുമായി ഒരു എണ്ണ വ്യാപാര ബന്ധത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഷാവേസ് എടുക്കുന്നു. അത് അമേരിക്കയുടെ അപ്രീതിക്ക് കാരണമാകുന്നു. അങ്ങനെ ആ ബന്ധം മെല്ലെ മെല്ലെ വഷളാകുന്നു. ഒരു ഘട്ടത്തിൽ, അതായത് 2002-ൽ ഹ്യൂഗോ ഷാവേസിനെ അട്ടിമറിക്കാൻ ജോർജ് ബുഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടന്നു. അതുമുതൽ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ
വലിയ തോതിൽ അകന്നു കഴിഞ്ഞു. ഇരുവരും തമ്മിൽ ശക്തമായ വാക്പോര്. അത്തരത്തിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ പിന്നീട് അങ്ങോട്ട് ഈ ഘട്ടം വരെയും ബന്ധം പഴയ ഊഷ്മളതയിലേക്ക് എത്തിയിട്ടില്ല എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയം. അതിന് കാരണവും അവിടെ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായും ഇടത് അനുകൂലമായ ഒരു രാഷ്ട്രീയം അവിടെ വരുന്നു. അതിനോട് ശക്തമായി വിയോജിക്കുന്ന ഒരു നിലപാടായിരുന്നു എല്ലാ കാലത്തും മാറി വന്ന അമേരിക്കൻ ഭരണകൂടങ്ങൾ സ്വീകരിച്ചത്. മാത്രമല്ല ചില തീരുമാനങ്ങൾ, അതായത് വെനസ്വേലയുടെ എണ്ണ അത് ദേശസാൽക്കരിച്ച ഒരു തീരുമാനം, അത് 73 ശേഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത്തരത്തിൽ 76 ഇത്തരത്തിൽ ദേശസാൽക്കരിക്കുന്നു. അവരുടെ സ്വന്തമായി ഒരു പൊതുമേഖലയിൽ ഒരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനി അവിടുത്തെ എണ്ണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. അങ്ങനെ അമേരിക്കയെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്ന പലതരത്തിലുള്ള തീരുമാനങ്ങൾ മാറി വന്ന US ഭരണകൂടം എടുക്കുന്നു. അതാണ് ഒരുപക്ഷെ അവർ തമ്മിലുള്ള ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയതും ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് വലിയൊരു പോരിലേക്ക് വെനസ്വേലയും US എത്തിച്ചേരാനുള്ള കാരണം. ഒരുപക്ഷെ ഈ ഷാവേസിന് ശേഷമുള്ള ഒരു കാലഘട്ടം ആഭ്യന്തര യുദ്ധം ഇത്ര ശക്തമായ രീതിയിലേക്ക് മാറിയത് അമേരിക്കൻ അധിനിവേശത്തിന് ഒന്നുകൂടി ആക്കം കൂട്ടി എന്നുകൂടി നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. സ്വാഭാവികമായും അങ്ങനെ നിരീക്ഷിക്കണം. കാരണം ഷാവേസിനുള്ള പിന്തുണ മഡൂറോയ്ക്ക് ഇല്ലായിരുന്നു. 2002 ഒരു ഘട്ടത്തിൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നപ്പോൾ തന്നെ 48 മണിക്കൂറിനുള്ളിൽ ഷാവേസിനെ ഭരണം തിരിച്ചേൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഷാവേസിന് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ആ രീതിയിലുള്ളൊരു ജനപ്രീതി ഷാവേസിനുണ്ടായിരുന്നു. ഷാവേസിന് അത്തരത്തിലുള്ളൊരു ജനപിന്തുണയും ഉണ്ടായിരുന്നു. അത് അടിസ്ഥാനമാക്കിയായിരുന്നു ഷാവേസിൻ്റെ പ്രവർത്തനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ഷാവേസിൻ്റെ പിൻഗാമിയായി എത്തിയ മഡൂറോയ്ക്ക് ആ തരത്തിൽ ഷാവേസിനെ അത്തരത്തിൽ ഷാവേസ് എങ്ങനെ ജനപ്രീതി ആർജിച്ചു, അങ്ങനെ ഒരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാനോ ഒരു ജനപിന്തുണ നേടിയെടുക്കാനോ മഡൂറോയ്ക്ക് സാധിച്ചില്ല. അവിടെയാണ് ആ പരാജയം ഉണ്ടായതും എന്നതാണ് വിലയിരുത്തുന്നത്. ശരി, കാർത്തിക് സൂചിപ്പിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആഭ്യന്തര പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വെനസ്വേലയെ ഈ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അത് വിശദമായ പരിശോധന വേണ്ട വിഷയമാണ്. എന്താണ് യഥാർത്ഥത്തിൽ വെനസ്വേലയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്തും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പട്ടിണിയുണ്ട്. എങ്കിൽ കൂടിയും ജനങ്ങൾ ആ രാഷ്ട്ര നേതാവിന് പിന്നിൽ അണിനിരക്കുന്നു എന്നൊരു പൊതു സാഹചര്യം ഉണ്ടായിരുന്നു. ഷാവേസിന് അങ്ങനെ ഒരു കരുത്തുണ്ടായിരുന്നു. പക്ഷേ 2013 ഈ അധികാര കൈമാറ്റം നടന്നതിന് ശേഷം സാഹചര്യങ്ങൾ ഏറെ മാറി മറിഞ്ഞു എന്നതാണ് ചിത്രം. എന്താണ് വെനസ്വേലയുടെ ആഭ്യന്തര പ്രശ്നം നോക്കാം. ഇതിലേറ്റവും പ്രധാനം ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്ത് ആരംഭിച്ച സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഉണ്ടാവുന്നത്. പക്ഷേ അന്നത് അത്ര കണ്ട് മൂർച്ഛിച്ച് പുറത്തേക്ക് വരാതിരുന്നതിന് കാരണം അത് ജനങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവാൻ അന്നത്തെ ആ ഭരണകൂടത്തിന് ഷാവേസിന് കഴിഞ്ഞിരുന്നു എന്നതാണ്. പക്ഷേ നിക്കോളാസ് മദൂറോയുടെ കാലത്ത് ഈ പ്രതിസന്ധി അങ്ങ് രൂക്ഷമായി എന്നതാണ് അവസ്ഥ. നോക്കൂ, നിക്കോളാസ് മദൂറോയുടെ കാലത്ത് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ പ്രതിഷേധങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി എന്നതാണ് ജനരോഷം അത്രയ്ക്ക് രൂക്ഷമായത്. അങ്ങനെ വന്നപ്പോൾ ഈ പ്രതിപക്ഷ കക്ഷികൾ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ളവരുടെ സഹായം തേടുന്നു. ജോർജ് ബുഷ് പലപ്പോഴും ഈ പ്രതിപക്ഷ കക്ഷികളുമായി, അതായത് എത്രയോ നാളുകൾക്ക് മുമ്പാണെന്ന് ഓർക്കണം, അവരുമായുള്ള ആശയവിനിമയമൊക്കെ അന്നു മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. മറ്റൊന്ന് നോക്കാവുന്നത് വിദേശ ഉപരോധമാണ്. വിദേശ ഉപരോധം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമാക്കി എന്നതാണ് സാഹചര്യം. ഷാവേസിൻ്റെ കാലത്ത് പലപ്പോഴും നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുള്ളതാണ്. കാരണം ഏറ്റവും വലിയ സമ്പത്തും സാധ്യതകളും ഉണ്ടായിട്ടും വിദേശ ഉപരോധം അവരെ അങ്ങേയറ്റം ഞെരുക്കി മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ്. അന്ന് ചില സാമ്പത്തിക അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നതാണ് സാഹചര്യം. പിന്നീട് മദുറോ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന പ്രതിപക്ഷ പ്രക്ഷോഭം അതിശക്തമാണ്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഈ പ്രക്ഷോഭം പലപ്പോഴും ഉണ്ടാകുമ്പോൾ അത് അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സർക്കാർ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ, പ്രതിപക്ഷ നേതാക്കളെ അടിച്ചമർത്താനും പുതിയ തന്ത്രങ്ങൾ മെനയാനും ഈ മഡൂറോ സർക്കാർ ഉപയോഗിച്ചു എന്നതുകൂടിയാണ് പ്രതിഷേധങ്ങൾ ഇത്ര മൂർച്ഛിക്കുന്നതിന് ഇടയാക്കിയത് എന്നുകൂടിയാണ് സാഹചര്യം. നേരത്തെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയ വെനസ്വേലക്കാർ ഈ അമേരിക്കൻ കടന്നാക്രമണത്തെ അവർ ആഘോഷിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തേക്ക് സ്വാതന്ത്ര്യം വരുന്നു എന്നവർ പറയുന്ന ചിലരെങ്കിലുമുണ്ട്. അങ്ങനെ പറയുന്നതിന് കാരണം ആ ആഭ്യന്തര പ്രശ്നത്തെ കൈകാര്യം ചെയ്തതിൽ പരാജയം സംഭവിച്ചു എന്നതുകൂടിയാണ്. അത് ഷാവേസിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മഡൂറോയുടെ കാലത്ത് വരുമ്പോൾ അത് കഴിഞ്ഞില്ല എന്നതുകൂടിയാണ് സാഹചര്യം. പ്രതിഷേധക്കാരെ ശക്തമായി നേരിട്ടത് സർക്കാർ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്തി. അത് അവിടുത്തെ ഒരു ഭരണവിരുദ്ധ വികാരവും സാഹചര്യങ്ങളും ഉണ്ടാക്കി എന്നതുകൂടിയാണ് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം. എന്തായാലും അവിടെ പറ്റിയ പരാജയമാണ് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ. പക്ഷേ ഒരു